ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കർമ്മലസഭയിലെ വലിയ വിശുദ്ധനായ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ തിരുനാൾ ആഘോഷിക്കുവാനായിട്ടൊരുങ്ങുമ്പോൾ ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടൊരു ചിന്ത പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ വലിയൊരു മിസ്റ്റിക്കായിരുന്നു. പ്രാർത്ഥനയുടെ അത്യുന്നത പദവികളിലേക്ക് തൻ്റെ പരിശ്രമം കൊണ്ടും ദൈവത്തിൻ്റെ സഹായം കൊണ്ടും അനുഗ്രഹം കൊണ്ടും കയറി ആ പ്രാർത്ഥനയുടെ ഔന്നത്യത്തിലേക്ക് കടന്ന വിശുദ്ധനാണ്. അതെല്ലാം പ്രതിപാദിക്കുന്ന യോഹന്നാൻ ക്രൂസിൻ്റെ 4 ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. കർമ്മലമലകയറ്റം, ഇരുണ്ട രാത്രി, സ്നേഹഗീത, സ്നേഹജ്വാല. ഇരുണ്ട രാത്രി എന്ന പുസ്തകത്തെക്കുറിച്ച് ഒരു ചിന്ത പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുകയാണ്. ഇരുണ്ട രാത്രി എന്ന ഗ്രന്ഥം 1586 ഗ്രാനാദ എന്ന മോണസ്ട്രിയിൽ വെച്ച് യോഹന്നാൻ ക്രൂസ് രചിച്ചത്. ഈ ഗ്രാനാദ എന്നുള്ളത് യോഹന്നാൻ ക്രൂസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ എഴുത്തുമേശ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ രൂപപ്പെട്ടത് ഇവിടെയാണ്. ഇരുണ്ട രാത്രി എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം, വിഷയം ദൈവത്തിൻ്റെ പ്രവർത്തനപരമായിട്ട് ഒരാത്മാവിൽ ഉണ്ടാകുന്ന രാത്രികളെക്കുറിച്ചുള്ള വിഷയമാണ് അവിടെ പ്രതിപാദിക്കുന്നത്. പാസീവ് നൈറ്റ് ഓഫ് ദ സെൻസസ് ആൻഡ് പാസീവ് നൈറ്റ് ഓഫ് ദ സ്പിരിറ്റ്. കർമ്മസഹരാത്രി എന്ന് നമ്മൾ അതിനെ വിളിക്കും. അപ്പം ഈ ഗ്രന്ഥത്തിൻ്റെ 8 സ്റ്റാൻസായുള്ള ഈ ഇരുണ്ട രാത്രിയെക്കുറിച്ച് അതിൻ്റെ നല്ലൊരു ട്രാൻസ്ലേഷൻ കുര്യാസ് കുമ്പളക്കുഴി നടത്തിയിട്ടുണ്ട്. അത് വായിച്ചു കൊണ്ടുള്ളൊരു ചെറിയ കമൻട്രിയാണ് ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് ഈ ഇരുണ്ട രാത്രിയുടെ ലക്ഷ്യം, അതിനെക്കുറിച്ച് യോഹന്നാൻ ക്രൂസ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കർമ്മലമലകയറ്റത്തിൽ രാത്രി അനുഭവത്തിൻ്റെ ആക്റ്റീവ് പാർട്ടാണ് ഡാർക്ക് നൈറ്റ് അല്ലെങ്കിൽ ഇരുണ്ട രാത്രി എന്നുള്ള പുസ്തകത്തിൽ ഈ ഡാർക്ക് നൈറ്റിൻ്റെ പാസീവ് പാർട്ടാണ്, അതായത് കർമ്മ സഹരാത്രി. അത് 2 തലങ്ങളിലാണ് സംഭവിക്കുന്നത്. നമ്മുടെ ബാഹ്യേന്ദ്രിയങ്ങളിലും ആന്തരേന്ദ്രിയങ്ങളിലും ദൈവത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട്. അതിലെ ലക്ഷ്യം മറ്റൊന്നുമല്ല, ഈ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ ആത്മാവിനെ പ്രണിധാനത്തിലേക്ക് എത്തിക്കുകയാണ് ദൈവം ചെയ്യുന്നത്. ആത്മാവോടെ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, ഇതിന് വിധേയപ്പെട്ടു കൊടുക്കുക, എളിമപ്പെട്ടു കൊടുക്കുക, ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് തന്നെ വിട്ടുകൊടുക്കുക. നമുക്ക് ഈ ഒരു ആമുഖം മനസ്സിൽ വെച്ചുകൊണ്ട് കുര്യാസ് കുമ്പളക്കുഴിയുടെ ട്രാൻസ്ലേഷൻ ഡാർക്ക് നൈറ്റിൻ്റെ 8 സ്റ്റാൻസ വളരെ മനോഹരമാണ്. നമ്മൾ ആ വരികൾ ധ്യാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളുടെയൊക്കെ ജീവിതത്തിലും ഇടപെടുന്ന രീതികളെ തിരിച്ചറിയുവാനും ദൈവത്തിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുവാനും നമ്മളുടെ ബാഹ്യേന്ദ്രിയങ്ങളുടെയും ആന്തരേന്ദ്രിയങ്ങളുടെയും പ്രതിപത്തികളെ, താല്പര്യങ്ങളെ, അറ്റാച്ച്മെൻറ്റ്സിനെ ശുദ്ധീകരണത്തിലൂടെ ദൈവം മോചിപ്പിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഇരുണ്ട രാത്രി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇരുണ്ടൊരു രാത്രി അനന്തകാരുണ്യമേ, പ്രണയത്തിൻ്റെ തീവ്രത കൊണ്ട് ജ്വലിക്കുന്നവളായി ആരുമറിയാതെ ഞാൻ ഇറങ്ങിപ്പോന്നു, എൻ്റെ വീടിപ്പോഴും ഉറങ്ങിക്കിടക്കുകയാണ്. ഇരുട്ടിൽ വേഷപ്രച്ഛന്നയായി സുരക്ഷിതയായി ആരുമറിയാത്ത കോവണിയിലൂടെ ആ അനന്തകാരുണ്യമേ, ഇരുട്ടുമൂടിയ ഏകാന്തതയിൽ എൻ്റെ വീടിപ്പോഴും ഉറങ്ങിക്കിടക്കുകയാണ്. ആഹ്ലാദ നിർഭരമായ നിശയുടെ നിഗൂഢതയിൽ ആരുമെന്നെ കാണാനിടയാവാതെ, എങ്ങോട്ട് നോക്കുക പോലും ചെയ്യാതെ, എൻ്റെ ഹൃദയത്തിലെരിയുന്ന പ്രണയമല്ലാതെ മറ്റൊരു വെളിച്ചവും മറ്റൊരു വഴികാട്ടിയും ഇല്ലാതെ,
പകൽ വെളിച്ചത്തേക്കാൾ തികഞ്ഞ തെളിമയോടെ എവിടെയാണോ അവിടുന്ന് എന്നെ കാത്തു നിൽക്കുന്നത് അവിടേക്ക് അതെനിക്ക് വഴികാട്ടുന്നു. എനിക്ക് നന്നായി അറിയാവുന്ന അവിടുത്തെ സന്നിധിയിലേക്ക്, എന്നെ തേടി ആരുമൊരിക്കലും കടന്നു വരില്ലെന്നുറപ്പുള്ള ആ സ്ഥലത്തേക്ക് തന്നെ. ആ വഴികാട്ടിയായ നിശീതിനി, നീ എനിക്ക് പ്രഭാതത്തേക്കാൾ പ്രിയങ്കരിയാണ്. പ്രണയിനിയെ അവളുടെ പ്രിയനോട് ചേർക്കുന്നത് നീയാണ്. പ്രണയപരവശയെ അവളുടെ പ്രിയനിൽ അലിയിച്ചില്ലാതാക്കുന്നതും നീയാണ്. പൂമാലകൾ ചാർത്തി എൻ്റെ മാറിൽ, അവിടുത്തേക്ക് മാത്രമായി ഞാൻ എന്നും സൂക്ഷിച്ചു പോന്ന എൻ്റെ മാറിൽ അവിടുന്ന് സുഖമായി ഉറങ്ങുന്നു. ചാഞ്ചാടുന്ന ദേവദാരുക്കൾ നിന്നും ഇളങ്കാറ്റ് വീശുമ്പോൾ അവിടുത്തെ ഞാൻ പ്രണയപൂർവം താലോലിക്കുന്നു. ഗോപുരങ്ങളിൽ നിന്നും മന്ദമാരുതൻ ഓടിയെത്തുമ്പോൾ ഞാൻ അവിടുത്തെ മുടിച്ചുരുളുകൾ ഇഴവിടർത്തുന്നു. അപ്പോൾ എൻ്റെ എല്ലാ സംവേദന ശക്തികളെയും നിർവീര്യമാക്കിക്കൊണ്ട് അവിടുത്തെ മൃദുലമായ കരങ്ങൾ എൻ്റെ ഖണ്ഡം മുറിപ്പെടുത്തി. എൻ്റെ മുഖം ഞാൻ എൻ്റെ പ്രിയനിലേക്ക് ചായ്ക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ സ്വയം വിസ്മരിക്കുന്നു. എല്ലാം അവസാനിച്ചു. എൻ്റെ എല്ലാ ഉത്കണ്ഠകളെയും ലില്ലിപ്പുഷ്പങ്ങൾക്കിടയിൽ വിട്ടുകളഞ്ഞുകൊണ്ട് ഞാനിതാ എന്നിൽ നിന്നും മോചനം നേടിയിരിക്കുന്നു. ഇതാണ് കുര്യാസ് കുമ്പളക്കുഴി ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന യോഹന്നാൻ ക്രൂസിൻ്റെ ഇരുണ്ട രാത്രി എന്ന ആ പദ്യം. വളരെ മനോഹരമാണ്, ആഴമുള്ളതാണ്. ശുദ്ധീകരണ പ്രക്രിയ എങ്ങനെ സംഭവിക്കുന്നെന്ന് വ്യാഖ്യാനിക്കുന്നു. ആത്മാവ് ദൈവത്തിലേക്കുള്ള തൻ്റെ പ്രയാണത്തിൽ ഇരുണ്ട രാത്രി അല്ലെ ഇരുട്ടനുഭവം എങ്ങനെ ആത്മാവിന് വഴികാട്ടിയായിട്ട് മാറുന്നു എന്ന് പറയുന്നു. 4-5 വരികളൊന്ന് ചെറുതായിട്ട് വ്യാഖ്യാനിക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുകയാണ്. ആദ്യത്തെ സ്റ്റാൻസയിൽ പറയുന്നു, എൻ്റെ വീടിപ്പോഴും ഉറങ്ങിക്കിടക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ബാഹ്യേന്ദ്രിയങ്ങളും ആന്തരേന്ദ്രിയങ്ങളും ദൈവത്തിൻ്റെ ഇടപെടലാൽ അവർ ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടു. അതിൻ്റെ ശല്യം പിന്നെ ഇല്ല, അത് വിധേയപ്പെട്ട് നിൽക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ആരുമറിയാത്ത കോവണിയിലൂടെ രണ്ടാമത്തെ സ്റ്റാൻസയിൽ പറയുന്നു. അത് മറ്റൊന്നുമല്ല, നമ്മൾ വിശ്വാസവും പ്രത്യാശയും ഉപവിയുമാവുന്ന ആത്മീയ കോവണിയിലൂടെ ദൈവത്തിലേക്കൊരാത്മാവ് അടുക്കുന്നതിൻ്റെ സൂചനയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മൂന്നാമതൊരാശയം, ആ വഴികാട്ടിയായ നിശീതിനി രാത്രി തന്നെയാണ്. ഈ ഇരുട്ടാണ് അല്ലെങ്കിൽ രാത്രി അനുഭവമാണ് ആത്മാവിൻ്റെ യാത്രയ്ക്ക് സഹായിക്കുന്നത്, വെളിച്ചമല്ല. വെളിച്ചം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ദ്രിയങ്ങളുടെ താല്പര്യങ്ങളും വിഷയങ്ങളുമാണ്. അതിലേക്ക് ശ്രദ്ധ പോകുന്നില്ല. അതിലേക്ക് ശ്രദ്ധ പോയി കഴിഞ്ഞാൽ ആത്മാവ് പുരോഗതി പ്രാപിക്കുന്നില്ലെന്നാണ് അർത്ഥം. പക്ഷേ ഇരുട്ടനുഭവം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ വിഷയങ്ങളെയെല്ലാം മാറ്റുന്ന അവസ്ഥയാണ്. അതിനാണ് ഡാർക്ക് നൈറ്റ് അനുഭവം. അപ്പം അത് ഇവിടെ വഴികാട്ടിയായിട്ട് മാറുന്നത് നിശീതിനിയാണ്, രാത്രിയാണ്. അപ്പോൾ രാത്രിയെ ഗ്ലോറിഫൈ ചെയ്യുന്നു യോഹന്നാൻ ക്രൂസ്. പിന്നെ 6ാമത്തെ സ്റ്റാൻസയിൽ പറയുന്ന പൂമാലകൾ ചാർത്തി എൻ്റെ മാറിൽ, അത് മറ്റൊന്നുമല്ല, ഈ ഒരു ജീവിതത്തിൽ വിശുദ്ധൻ തൻ്റെ പരിശ്രമത്താലും ദൈവത്തിൻ്റെ ഇടപെടലാലും സംഭവിച്ചിരിക്കുന്ന പുണ്യപൂർണതയുടെ ഒരവസ്ഥയാണ് പൂമാലകൾ ചാർത്തിയ എൻ്റെ മാറിൽ എന്നുള്ള അർത്ഥമാക്കുന്നത്. അവസാനമായിട്ട് 8ാമത്തെ സ്റ്റാൻസയുടെ അവസാനത്തെ വരി ഏറ്റവും മനോഹരമായിട്ടുള്ളത്, ഞാനിതാ എന്നിൽ നിന്നും മോചനം നേടിയിരിക്കുന്നു. അതൊരു പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കോൺട്രഡിക്ഷനായിട്ട് നമുക്ക് തോന്നും. സാധാരണഗതിയിൽ ഞാൻ എന്നിൽ നിന്നും മോചനം നേടുന്നെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നതാണ്. പക്ഷേ ആത്മീയ ജീവിതത്തിൽ ഞാൻ എന്നിൽ നിന്നും മോചനം നേടിയെന്ന് യോഹന്നാൻ ക്രൂസ് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ബാഹ്യേന്ദ്രിയങ്ങളുടെയും ആന്തരേന്ദ്രിയങ്ങളുടെയും ആ പ്രവർത്തനങ്ങളിൽ നിന്നും താല്പര്യങ്ങളിൽ നിന്നും ആത്മാവ് പൂർണ്ണമായിട്ടുള്ള മോചനം നേടി ദൈവത്തിൽ വിലയം പ്രാപിച്ചെന്നുള്ളതാണ്. പ്രതിദാനത്തിൽ ദൈവവുമായിട്ട് ഐക്യപ്പെട്ടെന്നുള്ള അർത്ഥമാണ്. ആയതിനാൽ സഹോദരങ്ങളെ, ഈ പ്രാവശ്യം നമ്മൾ യോഹന്നാൻ ക്രൂസിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം, ദൈവത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. ഈ ഡാർക്ക് നൈറ്റ് അനുഭവം എന്ന് പറയുന്നത് അത് നെഗറ്റീവായിട്ടുള്ള അനുഭവമല്ല, മറിച്ച് ആത്മീയ യാത്രയിൽ ആത്മാവിന് സഞ്ചരിക്കുവാനുള്ള വഴിയൊരുക്കുന്ന ഒരനുഭവം തന്നെയായിട്ട് യോഹന്നാൻ ക്രൂസ് അവതരിപ്പിക്കുന്നു. അങ്ങനെ തന്നെ നമുക്കും അതിനെ എടുക്കാം. ജീവിതയാത്രയിലെ സുഖദുഃഖങ്ങളെയൊക്കെ ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് കണ്ടുകൊണ്ട് ആത്മീയ യാത്രയിൽ പുരോഗതി പ്രാപിക്കുവാനായിട്ട് യോഹന്നാൻ ക്രൂസിൻ്റെ മാതൃക നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.